ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കുന്നു. യഹോവയായ ദൈവം ആദാമിനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ശബ്ദം കേട്ടിട്ട് ഞാൻ നഗ്നനായതിനാൽ ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളാൽ മനുഷ്യൻ ജീവിതത്തിന്റെ ഉന്നതങ്ങളിലെത്തുമ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് അവനെ ഉണ്മയിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന്റെ കൽപ്പനകൾ മറന്ന് മുന്നോട്ട് പോകാറുണ്ട്. അവൻ നേടിയെടുക്കുന്ന മാനവും ധനവും പ്രതാപവുമൊക്കെ അവനെ രക്ഷിക്കുമെന്ന ധാരണയിലാണ് മനുഷ്യൻ ദൈവത്തെ അനുസരിക്കാതെ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഏത് ഒളിവിടത്തിൽ ഒളിച്ചിരുന്നാലും നീ എവിടെ എന്നുള്ള യഹോവയാം ദൈവത്തിന്റെ ചോദ്യത്തെ അവൻ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ആദ്യ പിതാവായ ആദാമിന്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. ആദാമിനെ സൃഷ്ടിച്ച ദൈവം അവന് വേണ്ട എല്ലാ സുഖസൗകര്യങ്ങളും ഒരുക്കുന്നതിലും ശ്രദ്ധാലുവായിരുന്നു. അവന് തക്ക തുണയായി ഹവ്വായെ സൃഷ്ടിച്ച് അവരെ ഏദൻ തോട്ടത്തിലാക്കുമ്പോൾ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നരുതെന്നുള്ള ഏക നിബന്ധന മാത്രമാണ് ദൈവം അവർക്ക് നൽകിയത്. പക്ഷേ ഹവ്വ ദൈവത്തെക്കാളധികം പാമ്പിന്റെ അഥവാ സാത്താന്റെ വാക്ക് വിശ്വസിച്ചു. ആ വൃക്ഷഫലം തിന്നാൽ ദൈവത്തെ പോലെ ആകുമെന്നുള്ള സാത്താന്റെ പ്രഖ്യാപനം അവൾ വിശ്വസിച്ചു. തൽഫലമായി അവൾ വൃക്ഷഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. അവൾ കൊടുത്ത വൃക്ഷഫലം ആദാമും തിന്നു. എന്നിട്ട് ദൈവം കാണാതിരിക്കുവാനായി വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. എന്നാൽ നീ എവിടെ എന്നുള്ള ദൈവത്തിന്റെ ചോദ്യത്തിൽ നിന്ന് അവനെ രക്ഷിക്കുവാൻ അവന്റെ ഒളിവിടത്തിന് കഴിഞ്ഞില്ല. സഹോദരങ്ങളെ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ചോദിക്കാതെ മനസ്സിലാക്കി നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകിയ ദൈവത്തെ മറന്നാണോ ഇന്ന് സമൃദ്ധിയായ നിങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നത്? ദൈവത്തെ മറന്ന് നേടുന്ന സൗഭാഗ്യങ്ങൾക്കൊന്നിനും ദൈവത്തിൽ നിന്ന് നിങ്ങളെ ഒളിപ്പിക്കുവാൻ കഴിയുകയില്ലെന്ന് ഓർക്കുമോ? ഒരിക്കൽ നീ എവിടെ എന്നുള്ള ചോദ്യത്തെ അഭിമുഖീകരിച്ച് അതിന് മറുപടി നൽകുവാൻ കഴിയാതെ വരുമ്പോൾ സ്വർഗീയാനുഗ്രഹങ്ങളിൽ നിന്ന് ശാപത്തിലേക്ക് തള്ളപ്പെട്ട ഭൂമുഖത്തെ ആദ്യ കുടുംബത്തിന്റെ അനുഭവം നിങ്ങൾക്ക് പാഠമാകുന്നു. Like, share, and subscribe.